ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി വല്ലാത്തൊരു ആവേശത്തിലായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത്. കാറ് വാടക കൊടുത്തതിന്റെ ആദ്യത്തെ മാസത്തെ കാശ് കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു സന്തോഷം സച്ചിയുടെ മുഖത്തുണ്ട്. രേവതിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് ആ കാശ് അവളെ ഏൽപ്പിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, ഇത് നമ്മുടെ മണി ബോക്സിൽ ഇട്ട് വെച്ചേക്ക്. നീ പറഞ്ഞ ഐഡിയ എന്തായാലും കൊള്ളാം. കാറ് വാടക കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ മാസത്തെ കാശ് ഇങ്ങോട്ടേക്ക് കയ്യിൽ കെട്ടി തുടങ്ങി. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുകളിലെ ആ ഒരു റൂം പണിയാനുള്ള കാശ് സെറ്റാക്കാം. സച്ചിയുടെ സന്തോഷം കണ്ട് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഏതായാലും ഒരുപാട് സന്തോഷമായി. ഞാൻ സച്ചിയേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാമെന്നൊക്കെ പറയും. പക്ഷേ സച്ചി അത് തടയുന്നുണ്ട്. വേണ്ട രേവതി, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്. ഈ കാശ് കയ്യിലിരുന്ന ചിലപ്പോൾ ചിലവായി പോവും. അതാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാമരുത്. അതുകൊണ്ടാണ് ഞാനിത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോവാമെന്ന് കരുതിയത്. സച്ചി അങ്ങനെ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രേവതിക്ക് വല്ലാത്തൊരു വെപ്രാളം പോലെ. സച്ചിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. രേവതി വിളിച്ചു പറയുമ്പോൾ എന്താ എന്ന മട്ടിൽ സച്ചി നിൽക്കും. പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇന്ന് ശരത്തിന്റെ ബർത്ത്ഡേ ആണ്. ഓ, നല്ല കാര്യം എന്നല്ലാതെ സച്ചിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. വൈകുന്നേരം അമ്മ എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കയ്യിലെ കെട്ടൊക്കെ ഇപ്പോൾ അഴിച്ചു മാറ്റിയത്രേ എന്ന് രേവതി മെല്ലെ പറയും. അന്നേരം സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ, അതത്ര പെട്ടെന്നങ്ങ് ശരിയായോ? അവന്റെ കൈ കുറച്ചുകൂടി നല്ല ബലത്തിൽ അങ്ങോട്ടേക്ക് ഒടിക്കണമായിരുന്നു. രേവതിക്ക് അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യമായി. സച്ചിയേട്ടാ, മതി, അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോടാണോ അതോ എന്നോടാണോ വരാൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോ സച്ചി തന്നെ പറയുന്നുണ്ട്, നിന്നോടായിരിക്കും. എന്നോട് വരണ്ടായെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ നിന്റെ അനിയൻ. ഇല്ല സച്ചിയേട്ടാ, അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് രേവതി കള്ളം പറയുമ്പോൾ സച്ചിക്കെല്ലാം മനസ്സിലായി. നീ എന്തിനാ രേവതി എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? അവന്റെ കൈയൊടിച്ചത് ഞാനല്ലേ? ആ കൈയൊടിച്ച ആള് തന്നെ തന്റെ ബർത്ത്ഡേക്ക് വരണമെന്ന് അവൻ ഒരിക്കലും പറയില്ല. അവനും നിന്റെ അമ്മയും എന്നോട് വരണ്ട എന്ന് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. രേവതി അത് കേട്ടപ്പോൾ ആകെ വിഷമത്തിലായി. അയ്യോ സച്ചിയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അന്നേരം അവൻ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് സച്ചി തിരിച്ചു ചോദിക്കും. ആ ശരത് എന്നോട് അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞുവല്ലേ? ഞാൻ എന്തിനാ അവന്റെ കൈയൊടിച്ചത് എന്ന് നിനക്കറിയാം. ജോലിക്കൊന്നും പോവാതെ ഗുണ്ടകളുടെയും പലിശക്കാരുടെയും കൂടെ കറങ്ങി നടന്നത് കൊണ്ടല്ലേ ഞാൻ അവനെ കയ്യെ തല്ലിയൊടിച്ചത്. എന്നിട്ടും അവൻ ആ ആന്റണിയുടെ കൂടെ തന്നെയല്ലേ നടക്കുന്നത് ഇപ്പോഴും. ഇത്ര പെട്ടെന്ന് ആ കൈ ശരിയാവുമെന്നറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ കൈയും കൂടി ഞാൻ അങ്ങ് ഒടിച്ചു കളഞ്ഞേനെന്ന് ദേഷ്യത്തോടെ പറയാണ് സച്ചി. സച്ചിയേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി തുറന്നടിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് നീയും നിന്റെ വീട്ടുകാരും അവനെ സ്നേഹിച്ച് വഷളാക്കിയത് കൊണ്ടാണെന്ന് പറയും. തല്ലി വളർത്തണമായിരുന്നു അവനെ. നമ്മുടെ ഈ വീട്ടിലുമില്ലേ പൈസയുമായി കടന്ന ഒരാള്. അയാളെ ഇങ്ങനെ സ്നേഹിച്ചു വളർത്തിയത് കൊണ്ടല്ലേ ക്രിമിനലായി മാറിയത്. നിന്റെ അനിയൻ നല്ല സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ നീ ഇതുപോലെ പേടിച്ചില്ല എന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുക. സച്ചേട്ടാ, ഇന്ന് നമ്മുടെ ശരത്തിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് പോവാമെന്ന് നീ ധൈര്യത്തോടെ തന്നെ എന്നോട് പറഞ്ഞേനെ. നീ ഇത്രയും പേടിക്കുന്നത് തന്നെ അവൻ എന്നോട് വരണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. മതി രേവതി, നിന്റെ അഭിനയം മതി. കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് കണ്ടാ ചൂണ്ടിക്കാണിക്കണം. നീ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ അവന് വളം വെച്ച് കൊടുക്കാണ്. നിങ്ങൾ അവന് വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവൻ നന്നാവാത്തത്. ശരത്തിന് ഇപ്പോൾ മാറ്റമുണ്ടെന്ന് രേവതി എത്ര പറഞ്ഞിട്ടും സച്ചി വിശ്വസിക്കുന്നില്ല. അവൻ ഇപ്പോഴും ആന്റണിയുടെ കൂടെയല്ലേ നടക്കുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആന്റണിയാണ് അവനെ ചീത്തയാക്കിയത് എന്ന് രേവതി ന്യായീകരിക്കും. ആന്റണിയാണ് അവനെ ചീത്തയാക്കിയത് എന്നോ? നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ കല്ലിൽ കാലിടിച്ചു കഴിഞ്ഞാൽ കല്ലിനെയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? നമ്മൾ നോക്കി നടക്കാത്തത് കൊണ്ടല്ലേ കാലിടിച്ചത്. അവൻ ഒരു കള്ളനായി പോയില്ലേ എന്ന് സച്ചി ദേഷ്യത്തിൽ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടാവാണ്. അവൻ കള്ളനായെന്നോ? സച്ചിയേട്ടൻ ഇപ്പോഴും ആ പഴയ ബൈക്ക് മോഷ്ടിച്ച കാര്യമാണോ ഈ പറയുന്നത്? സച്ചിക്ക് ദേഷ്യം സഹിക്കാനായില്ല. ഞാൻ ആ കാര്യമേ അല്ല പറഞ്ഞത് രേവതി. അവൻ എന്റെ അമ്മയുടെ എന്ന് പറയാൻ പോയ സച്ചി പെട്ടെന്ന് എന്നെ ഇങ്ങന്ന് ആവടക്കി. സത്യം പുറത്തു വരുമെന്ന് പേടിച്ച് സച്ചി ആ ഒരു സംഭാഷണം മാറ്റി. കള്ളന്റെ കൂടെ നടക്കുന്നവന് കള്ളബുദ്ധി മാത്രമേ ഉണ്ടാവൂ. ശരി ശരി, എനിക്കിപ്പോ തിരക്കുണ്ട്. ട്രിപ്പ് വന്നിട്ടുണ്ട്. എന്താ നിന്റെ തീരുമാനം? വൈകുന്നേരം നീ അവന്റെ ബർത്ത്ഡേക്ക് പോകുന്നുണ്ടോ? രേവതി തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചി കർക്കശമായി പറഞ്ഞു, നീ പോവണ്ട. അവൻ എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് തരാത്ത എന്ത് മര്യാദയാണ് അവൻ നിനക്ക് തരുന്നത്? നീ അവന്റെ ചേച്ചിയല്ലേ? എന്നിട്ട് നീ പറയുന്നത് വല്ലതും അവൻ കേൾക്കുന്നുണ്ടോ? നീ എന്ത് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ നന്നാവാത്തത്. ഭർത്താവിന് മര്യാദ കിട്ടാത്തടത്തേക്ക് ഭാര്യ പോകുന്നത് ശരിയല്ല. നീ എന്റെ വാക്ക് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സച്ചി അതും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. രേവതി ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പുറത്ത് രേവതിയുടെ വീട്ടിലാണെങ്കിൽ ശരത്തിന്റെ ബർത്ത്ഡേ ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. രേവതി വരാത്തത് കണ്ടുകൊണ്ട് തന്നെ ശരത്തിന് നല്ല ദേഷ്യവും അമ്മക്ക് നല്ല വിഷമവും ആവുന്നുണ്ട്.
സച്ചിയോട് വരണ്ട എന്ന് പറഞ്ഞ വാശിക്ക് സച്ചി രേവതിയെ വിടില്ലെന്ന് ശരത്ത് പറയുന്നുണ്ട്. സച്ചി വന്നാൽ താൻ അവിടെ നിന്നും പോകുമെന്നും ശരത്ത് അമ്മയെ ഭീഷണിപ്പെടുത്തി. അമ്മ രേവതിയെ ഫോണിൽ വിളിക്കുമ്പോൾ സച്ചിയേട്ടൻ പോകണ്ട എന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം വല്ലാത്ത ദേഷ്യത്തിലാണെന്നും രേവതി മറുപടി നൽകി. അമ്മ വീണ്ടും ശരത്തിനെ ന്യായീകരിച്ചു. അവൻ പഴയ ആളല്ലാന്നും ഇപ്പോൾ ആന്റണിയുടെ ഓഫീസിൽ നിന്നും കണക്ക് നോക്കാൻ പോകുന്നതാണെന്നുമൊക്കെ അമ്മ പറഞ്ഞു. ശരത്ത് ഫോൺ വാങ്ങി ചേച്ചി വന്നില്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയുടെ വിഷമം കണ്ട് വർഷ കാര്യം ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ പോവണ്ട എന്ന് പറഞ്ഞാലും സ്വന്തം അനിയന്റെ ബർത്ത്ഡേക്ക് പോകുന്നത് തന്നെയാണ് ശരിയെന്ന് വർഷ രേവതിയെ ഉപദേശിച്ചു. സച്ചിയേട്ടൻ പറഞ്ഞതനുസരിച്ച ഇനി ഒരു കാര്യത്തിനും അദ്ദേഹം നിന്നെ വിടില്ല എന്നും വീട്ടുകാരുമായുള്ള ബന്ധം തകരുമെന്നും വർഷ പറയുന്നുണ്ട്. ചന്ദ്ര ഇതെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. സച്ചിയുടെ വാക്ക് കേൾക്കാതെ രേവതി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാകാമെന്ന് ചന്ദ്രമതി മനസ്സിൽ കരുതി സന്തോഷിച്ചു നിൽക്കാണ്. ഒടുവിൽ വർഷയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് പോവാൻ തീരുമാനിച്ചു. അവൾ ഇറങ്ങി പോകുന്നതെല്ലാം തന്നെ ചന്ദ്രമതി കാണുന്നുണ്ട്. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. രേവതി വീട്ടിലെത്തിയപ്പോൾ അമ്മക്കും ശരത്തിനും വലിയ സന്തോഷമായി. സച്ചിയേട്ടൻ സമ്മതിച്ചില്ലെങ്കിലും ചേച്ചി വന്നല്ലോ എന്ന് ശരത്ത് പറഞ്ഞു. പക്ഷേ രേവതിയുടെ ഉള്ളിൽ വലിയ പേടിയായിരുന്നു. സച്ചിയേട്ടൻ സവാരിക്ക് പോയ സമയത്ത് ആരും അറിയാതെ ഇറങ്ങി വന്നതാണെന്ന് രേവതി അമ്മയോട് പറയുന്നുണ്ട്. അദ്ദേഹം രാത്രി വരുന്നതിന് മുൻപേ തന്നെ എനിക്ക് തിരിച്ചെത്തണമെന്ന് രേവതി ഓർമ്മിപ്പിച്ചു. പക്ഷേ രേവതിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ സച്ചി പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താണ്. രേവതിയെ അവിടെ എങ്ങും കാണാത്തത് കൊണ്ട് തന്നെ സച്ചി അന്വേഷിച്ചു. അന്നേരം ചന്ദ്രമതി പരിഹാസത്തോടെ പറയുന്നുണ്ട്, നീ എത്ര വിളിച്ചാലും അവൾ വിളി കേൾക്കില്ലടാ. അവൾ ഇവിടെയൊന്നുമില്ല, അവൾ എങ്ങോട്ടേക്കോ പോയി എന്ന് പറയും. അപ്പോ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ഏതായാലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെ സച്ചിയുടെ മനസ്സിലേക്ക് അങ്ങ് വിഷം കുത്തി നിറക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ചന്ദ്രോദയത്തിന്റെ ഉമ്മറത്ത് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കാണ്. ചന്ദ്രയുടെ ആ ഒരു പരിഹാസം കലർന്ന ചിരി അയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. രേവതി തന്റെ വാക്ക് കേൾക്കാതെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോയെന്ന് വിശ്വസിക്കാൻ പോലും സച്ചിക്ക് പ്രയാസമായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ തന്റെ കാറെടുത്ത് നേരെ രേവതിയുടെ അടുത്തേക്ക്, അതായത് ശരത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നിടത്തേക്ക് ചെന്നു. അവിടെ ശരത്തിന്റെ വീട്ടിൽ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ മുഖത്ത് ഒരു കൃത്രിമ ചിരിയുണ്ട് എങ്കിലും ഉള്ളിൽ ആദിയായിരുന്നു. പെട്ടെന്നാണ് വീടിന്റെ മുന്നിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അന്നേരം രേവതി ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണുകളിൽ തീപ്പൊരിയുമായി സച്ചി കാറിൽ നിന്നിറങ്ങുന്നു. മുറ്റത്ത് കൂടി നിന്നവരെല്ലാം തന്നെ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു നിന്നുപോയി. സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, രേവതി, ഞാൻ നിന്നോട് വരാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? എന്റെ വാക്കിന് നീ ഈ വീട്ടിൽ ഒരു വിലയും തരുന്നില്ലേ എന്ന് അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അലറി വിളിച്ചു. അമ്മയും ശരത്തും ഓടി അങ്ങോട്ടേക്ക് വന്നു. സച്ചി, മോൻ എന്താ ഈ പറയുന്നത്? ഇതൊന്നൊരു വിശേഷ ദിവസമല്ലേ എന്ന് അമ്മ സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാൽ സച്ചി അത് കേട്ടില്ല. എനിക്ക് അനിയന്റെ സ്നേഹമൊന്നുമില്ലാമേ. ഭർത്താവിനെ മാനിക്കാത്ത ഭാര്യയുടെ ഈ നിൽപ്പ് എനിക്ക് കാണണ്ട. രേവതി, നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ ഭാവം? സച്ചി ചോദിച്ചു. ശരത്ത് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഓ, ചേച്ചിയെ കൊണ്ട് പോവാൻ വന്നതാണോ? വരാൻ പാടില്ലെന്ന് പറയാൻ താൻ ആരാ സച്ചിയേട്ടാ? ചേച്ചി ഇവിടെ വന്നത് ചേച്ചിയുടെ ഇഷ്ടത്തിനാണ്. നിന്റെ ഇഷ്ടം ഞാൻ ചോദിച്ചില്ല ശരത്തെ എന്ന് സച്ചി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. രേവതി കണ്ണീരോടെ പറഞ്ഞു, സച്ചിയേട്ടാ പ്ലീസ്, നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിച്ചു. സച്ചി അവളുടെ കൈയങ്ങ് തട്ടിമാറ്റി. പോവാം, പക്ഷേ ഈ വീട്ടുകാരറിയണം നീ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബന്ധത്തിൽ ഒരു വലിയ വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം. വീട്ടിലേക്ക് സച്ചിയും രേവതിയും മടങ്ങുന്ന വഴിയിൽ കാറിനുള്ളിലെ നിശബ്ദത ഭയാനകമായിരുന്നു. ചന്ദ്രോദയത്തിൽ എത്തിയതും സച്ചി രേവതിക്ക് നേരെ നോക്കി ശാന്തമായി, പക്ഷേ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, രേവതി, നീ ഇന്ന് തെളിയിച്ചത് നിനക്ക് ഞാനല്ല, നിന്റെ ആ തല്ലിപ്പൊളി അനിയനും വീട്ടുകാരുമാണ് വലുത് എന്നാണ്. ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. സച്ചി തന്റെ മുറിയിലേക്ക് കയറി അങ്ങ് വാതിലടച്ചു. രേവതി അന്നേരം ആകെ തകർന്നു പോയി. വർഷയുടെ വാക്കും കേട്ടുകൊണ്ട് തന്നെ താൻ ചെയ്ത കാര്യമെല്ലാം തെറ്റായി പോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതി ആകെ നീറിപ്പോയി. പുറത്ത് ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതെല്ലാം കണ്ട് തന്റെ അടുത്ത കുതന്ത്രം മെനയാനായിരുന്നു സച്ചിയും രേവതിയും തമ്മിലുള്ള അകലം കൂടാൻ ഇതൊരു സുവർണാവസരമായി തന്നെ ചന്ദ്രമതി കണ്ടു. സച്ചിയുടെ മനസ്സിലേക്ക് കൂടുതൽ വിഷം എറിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ രേവതിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം. രേവതിയും സച്ചിയും തമ്മിലുള്ള ആ ഒരു ബന്ധമങ്ങ് മുറിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരിക്കട്ടോ ചന്ദ്രമതിക്ക്. അങ്ങനെ ചന്ദ്രമതി രേവതിയെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ദേഷ്യപ്പെട്ടിരിക്കുന്ന സച്ചി അതെല്ലാം വിശ്വസിച്ചു പോകും. പക്ഷേ അതിനൊക്കെ തിരുത്തി കൊടുക്കുന്നത് വർഷയായിരിക്കും. വർഷ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. വർഷ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് രേവതി പോയത് എന്ന കാര്യങ്ങളൊക്കെ സച്ചിയോട് പറയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡിന് നാളെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.